പല്ല് വേദന, പിന്നെ എല്ലിന്റെ വേദന, പിന്നെ മസൽ വീക്ക്നെസ്, കാൽ കടച്ചിൽ, വീട്ടിൽ കോമൺ കംപ്ലൈന്റ് ഉണ്ടാവും, കാൽ കടച്ചിൽ, പിന്നെ ക്ഷീണം, ദാഹം, ഇടയ്ക്കിടയ്ക്ക് മൂത്രിക്കാൻ പോകുന്നു, വേണ്ടാത്ത ഉറക്കം വരുന്നു, പിന്നെ മുടി കൊഴിച്ചിൽ, പിന്നെ മൂഡ് ഓഫ്, ഡിപ്രഷൻ പോലെ ഒരു മൂഡ്, ഇങ്ങനത്തെ കണ്ടീഷൻ നിങ്ങളൊക്കെ കൂടി ഒരു അനുഭവിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എവിടെയോ വീട്ടിലെ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കണ്ടീഷനൊക്കെ വന്നാൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവണം എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ട്. അതെന്തായിരിക്കാം? മിക്കവാറും വൈറ്റമിൻ D3 ആയിരിക്കാം. അപ്പം ഈ വൈറ്റമിൻ D3 അറിയോ? ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈറ്റമിൻ ആണ്. പക്ഷേ അതിനെങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറയാം. സൂര്യപ്രകാശന് നമുക്ക് രാവിലെ ഒരു 8-9 മണിയുള്ള വെയിൽ, ഉച്ചയ്ക്കുള്ള വെയിൽ, ഒരു 10-20 മിനിറ്റ് വെയിൽ നമ്മളെ ശരീരത്തിൽ കിട്ടിയാൽ ഈ അൾട്രാ വയലറ്റ് റേസ്, സൂര്യന് വരുന്ന അൾട്രാ വയലറ്റ് റേസ് ആണ് ഞങ്ങൾ സ്കിന്നിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെയാണ് D3 ഉണ്ടാക്കും. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ വൈറ്റമിൻ D3. ഈ D3 നമ്മളെ ശരീരത്തിന് പോയിട്ട് പല കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കും. പക്ഷേ ഈ വൈറ്റമിൻ D3 നമുക്ക് സപ്പോസ് നമുക്ക് സൂര്യപ്രകാശന് മാത്രം പോകാൻ പറ്റില്ലെങ്കിൽ അപ്പം ഏത് ഭക്ഷണ രീതി എങ്ങനെ ഉണ്ടാവും? ഈ ചീസ്, ബട്ടർ കൂടുതൽ കഴിക്കല്ലേ, പക്ഷെ ചീസ്, ബട്ടർ, പിന്നെ എഗ് യോക്ക്, എഗിന്റെ മഞ്ഞ കളർ ഉണ്ടല്ലോ അതെ, പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഈ സാർഡൈൻ ഫിഷ്, ഇങ്ങനത്തെ സാധനത്തിൽ വളരെ കോമൺ ആണ്. മഷ്റൂം, അങ്ങനത്തെ സാധനത്തിൽ നമുക്ക് വൈറ്റമിൻ D3 ഭക്ഷണത്തിന്റെ കൂടി കിട്ടും. അപ്പോൾ വൈറ്റമിൻ D3 കിട്ടാനുള്ള സോഴ്സ് ഒക്കെ മനസ്സിലായി നമുക്ക്. സപ്പോസ് വൈറ്റമിൻ D3 നമുക്ക് എങ്ങനെയാണ് കിട്ടാതെ ആയി പോവും? എന്താ വെച്ചാൽ സപ്പോസ് ലിവർ പ്രോബ്ലം ആയാല്, കിഡ്നി പ്രോബ്ലം ആയാല്, വെയിറ്റ് കൂടുതലായാല്, ഡാർക്ക് പിഗ്മെന്റ് ഉള്ള സ്കിൻ ആയാല്, ഇല്ലെങ്കിൽ സൂര്യപ്രകാശം കൊള്ളാത്ത ആളുണ്ടെങ്കിൽ, ലൈക്ക് ഇൻഡോർ ലൈഫ്, വീട്ടിലെ ലൈഫ് മീൻസ് വീടിന്റെ അകത്തുള്ള ജീവിതം ഉണ്ടാവുമ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തായി പോവും? സൂര്യപ്രകാശം കുറഞ്ഞേ കിട്ടും. പിന്നെ സൂക്കടിന്റെ ഭാഗമായിട്ട് കൂടി D3 നമുക്ക് ഉണ്ടാക്കാനാവില്ല. പിന്നെ ഓൾഡ് ഏജില് ശരീരം അത്ര നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കൂടാതെ ഓൾഡ് ഏജിൽ ആൾക്കാർ പുറത്ത് പോവില്ല. അപ്പൊ D3 ഒക്കെ കുറയും. D3 ഒക്കെ കുറഞ്ഞാല് നമുക്ക് അത് സപ്ലിമെന്റ് ചെയ്യണം. ശരിക്കും ബ്ലഡ് ടെസ്റ്റ് ആണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഒരു ഏകദേശം 30ന്റെ മുകളിലാണ് നമുക്ക് കുഴപ്പമില്ലാത്ത പറയാം. 50ന് മുകളിലായാലും ഓക്കെ ആണ് നമുക്ക് D3. പക്ഷേ ഈ 30ന് താഴെ വാല്യൂ ആയാലും ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടായാലും അതിനർത്ഥം D3 കുറവാണ്. ഈ കുറഞ്ഞ D3 ആവുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. D3 ശരിക്കും ഞങ്ങൾ ഡോക്ടേഴ്സ് എന്താക്കും? ഒരു 60,000 ടാബ്ലറ്റ് ആഴ്ചക്ക് ഒരു ദിവസം കൊടുക്കാറുണ്ട്. പുതിയ പ്രോട്ടോകോൾ പ്രകാരം ഇവിടെ അടുപ്പിച്ച് ഡെയിലി 2-3 ദിവസം കൂടി കൊടുത്തിട്ട് പിന്നെ ആഴ്ചക്ക് ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമൊക്കെ മാറ്റാം. അപ്പൊ D3 കിട്ടിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം സോൾവ് ആവും. പക്ഷേ D3 നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഈ കാൽസ്യം, ഫോസ്ഫറസ് ശരീരത്തിന് അതേ കൂടി ഫംഗ്ഷൻ ചെയ്യാൻ വളരെ സഹായിക്കുന്ന വൈറ്റമിൻ D3. പക്ഷേ ഈ വൈറ്റമിൻ D3 നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. മൂഡ് ഓഫ് ഡിപ്രഷനൊക്കെ സിമ്പിൾ ആയിട്ട് ആവാം. എല്ലാവർക്കും അറിയാം D3 എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പുറത്താരും ഇറങ്ങൂല. പിന്നെ ഈ പ്രശ്നങ്ങൾ നമുക്ക് എന്തായി പോവും? കുട്ടികളുടെ ഇടയിൽ എന്തായി പോവും? ഗ്രോത്ത് ഒക്കെ കുറവായിരിക്കും. പല്ല് വരുന്ന മീൻസ് സ്ലോ ആയിരിക്കും. പിന്നെ ഹൈറ്റ് ഒക്കെ കുറവായിരിക്കും. കൂടാതെ ഒരു കണ്ടീഷൻ ആയത് ബോ ലെഗ്സ് കണ്ടോ, ഈ കാലിന്റെ എല്ലുണ്ട്, ഇത് എങ്ങനെ ബെൻഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും D3 ഒക്കെ നല്ല കുറവാണ്. അത് മെഡിസിനും നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പൊ എന്റെ ഒറ്റ സജഷൻ ആണെന്ന് വെച്ചാൽ വൈറ്റമിൻ D3 ഹൈപ്പർ വൈറ്റമിനിസിസ് കൂടി ആയി പോകേണ്ടത്. എന്താ വെച്ചാൽ കൂടുതൽ വൈറ്റമിൻ D കഴിച്ചിട്ട് അതേ കൂടി പ്രശ്നമാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഛർദിക്കാൻ വരും, പിന്നെ ഒരു ക്ഷീണം വരും, പിന്നെ മീൻസ് ദാഹം ഉണ്ടാവും, പിന്നെ ഒരു വെപ്രാൽ ഉണ്ടാവും, പിന്നെ തലച്ചുറ്റുണ്ടാവും. ഇതൊക്കെ കൂടി നമുക്ക് ആവാം കൂടുതൽ വൈറ്റമിൻ D3 അയക്കാൻ. അപ്പൊ അത് പാടില്ല ശരിക്ക്. പക്ഷെ ഒരു സിമ്പിൾ ലോജിക്കാണ്. ആഴ്ചക്ക് 4-5 ദിവസം നമുക്ക് വെയിലത്തിൽ പോയാൽ വൈറ്റമിൻ D3 നമുക്ക് നന്നായിട്ട് ശരീരത്തിലാക്കാൻ പറ്റും. ശരീരം എക്സ്പോസ് ആയിരിക്കണം. എന്താ വെച്ചാൽ കൈ, കാല്, ഫേസ് ഇതൊക്കെ സൂര്യപ്രകാശം ഒന്ന് കിട്ടണം. അങ്ങനെ ആയാലേ സ്കിൻ നമുക്ക് വൈറ്റമിൻ D3 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ നമുക്ക് പുറത്തിറങ്ങാം. ഫ്രീ ആയിട്ട് നമുക്ക് വൈറ്റമിൻ D3 സൂര്യപ്രകാശനെ കിട്ടും. അതെടുക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് ജനിച്ചതിന് ശേഷം 1 വയസ്സ് വരെ D3 കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? കാരണം പണ്ടത്തെ കുട്ടികൾ എന്തായിരുന്നു, രാവിലത്തെ അമ്മമാരെ വെയിലത്തില് കുട്ടീനെ കടത്തിയിട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യാനായിരുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് സൂര്യപ്രകാശ് കിട്ടുമല്ലോ, അപ്പൊ D3 ഉണ്ടാവാറായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായി പോയി, എല്ലാ കുട്ടികൾ വീടിന് അകത്ത് വെച്ചിട്ട് ഞങ്ങൾ അവിടെയാണ് എല്ലാ കെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൂര്യപ്രകാശ് കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു ജനിച്ചതിന് ശേഷം 1 വയസ്സ് വരെ D3 കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതേ കൂടി ശരിക്കും സൂര്യപ്രകാശ് കിട്ടി നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ.
അപ്പോൾ റിക്വസ്റ്റാണ് എല്ലാവരും പുറത്തിറങ്ങുക, ശ്രദ്ധിക്കുക. vitamin D3 വളരെ സിമ്പിൾ കിട്ടുന്ന മെഡിസിനാണ്. പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റൂ. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഇപ്പോഴത്തെ വേദന, ബാക്ക് പെയിൻ, മസിൽ പെയിൻ, ക്ഷീണം ഇതൊക്കെ ആയിട്ട് നമുക്ക് ജീവിക്കേണ്ടി വരും. അപ്പോൾ ബി കെയർഫുൾ, കം ടുവേർഡ്സ് സൺലൈറ്റ് ആൻഡ് ലിവ് യുവർ ലൈഫ്. താങ്ക് യു.